Sleeping with a cold girl, you know that? So, ഇതിൽ എന്താ മനസ്സിലായേ? Whatever it is written, എഴുതിയത് എഴുതിയത് വെറുതെ കുറച്ചേ ഉള്ളൂ. ബിക്കോസ് ഇപ്പോൾ സാധാരണ എഴുതി നോക്കിക്കഴിഞ്ഞാൽ എഴുതിയിരിക്കുന്നതിന് ഒത്തിരി ലിഫ്റ്റ് ചെയ്ത സീൻസ് കിടക്കുന്നത്. ബിക്കോസ് ഒരുപാടൊന്നും അങ്ങനെ മുറിച്ച് മാറ്റിയിട്ടില്ല. ബാക്കി ആൾക്കാർ കുറേ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ട്. സോ ബേസിക്കലി ഇതിൻ്റെ ഡ്രാഫ്റ്റ്, ഈ പടത്തിൻ്റെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് ഡ്രാഫ്റ്റ് വെച്ചിട്ട് നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ദാറ്റ് ഈസ് ഹൗ ദിസ് ഫിലിം ഹാപ്പൻ. ഈവൻ ദോ ഇറ്റ് ഈസ് മെൻഷൻ ലൈക്ക് ഓക്കെ ഇത് ഒത്തിരി പ്ലാൻ ചെയ്ത് ഒക്കെ ചെയ്തതാണ്, പക്ഷേ ഇതിനകത്ത് ഒത്തിരി പോസ്റ്റിലാണ് പണി നടന്നേക്കുന്നത്. സോ ഒരുപാട് ഫുട്ടേജ് വെച്ചിട്ടാണ്. സോ ദിസ് ഈസ് എ സെപ്പറേറ്റ് ടോപ്പിക്, ഹൗ ടു ലൈക്ക് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ജോണർ ഓൾസോ. പക്ഷേ സ്റ്റിൽ യു ഹാവ് ടു ഹോൾഡ് ദ ഇമോഷൻ, റൈറ്റ്? സോ എത്രത്തോളം ഒരാളെ കാണിക്കണം. സോ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ദിസ് ഈസ് മോർ ലൈക്ക് ഷൂട്ടിംഗ് എ 2 ക്യാമറ സെറ്റപ്പ്. മനസ്സിലായതുണ്ടോ? അപ്പോൾ 2 പേര് നമ്മളിരുന്ന് സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നു, ഞാൻ കേൾക്കുന്നു. 2 പേര് സൈഡിലോട്ടും ക്യാമറ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ. ഇതിൽ ആരെ കൂടുതൽ കാണിക്കണം എന്നുള്ള ഡെസിഷൻ ഈസ് യുവേഴ്സ്. എവിടെയാണ് കാണിക്കേണ്ടത്? ചില സമയത്ത് നമ്മൾ ആ സ്പേസ് എങ്ങോട്ടാണ് പോകേണ്ടത്, മനസ്സിലാവുന്നുണ്ടോ? സോ ദാറ്റ് ഈസ് ആ ഡിസിഷൻ എടുക്കേണ്ട ഉത്തരവാദിത്വവും നിങ്ങൾ എപ്പോഴാണ് എടുത്ത് തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹൗ ഇത് ആരുടെ കൂടെയാണ് ട്രാവൽ ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒരാളുടെ കൂടെ ട്രാവൽ ചെയ്ത് ഈ കഥ വേറൊരാളിലേക്ക് മാറുകയാണ്. ആ മാറുന്ന ആ ട്രാൻസിഷൻ സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് ചിലപ്പോൾ വേറെ ആൾക്കും ഗേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ദാറ്റ് യു ഹാവ് ടു ഗേജ്. ഇത് ഗേജ് ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റിൽ ചിലപ്പോൾ ഇരിക്കുന്നത് ചിലപ്പോൾ കുറച്ചുകൂടെ വേഗമായിട്ടായിരിക്കും, നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് എന്താ പറയുന്നത്, സ്ക്രിപ്റ്റ് മാത്രം, അതുകൊണ്ട് ഞാൻ നേരത്തെ പറയുന്നത് സ്ക്രിപ്റ്റ് മാത്രം കേൾക്കാതെ യു ഷുഡ് ടേക്ക് എ നറേഷൻ, ഹിയർ എ നറേഷൻ. ആ നറേഷനിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ ഒരുപാട് പെർസ്പെക്റ്റീവ് മാറ്റം നമുക്ക് മനസ്സിലാക്കാം. അതുകൂടെ കഴിഞ്ഞ് നിങ്ങൾ റഷസ് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ തലയ്ക്കകത്ത് ഇത് മനസ്സിലാക്കിയ ഒരു ഐഡിയ വെച്ചിട്ട് ചുമ്മാ ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ, നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഫ്യൂ പോയിൻറ്റ്സ്, പോയിൻറ്റേഴ്സ്, പ്ലോട്ട് പോയിൻറ്റ്സ്, ട്രാൻസിഷൻസ് എല്ലാം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ then it will be very easy. That is a different section. So it will take ഒരു വേറൊരു തരം. See, it is not that. It is about like സ്ക്രീൻ എന്ന് പറയുന്നത്, സ്ക്രീൻ ബേസ്ഡ് പടം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ക്രീൻ എന്തിനാ ഓൺ ആവുന്നത്? വൈ ഷുഡ് യു? ഇപ്പോൾ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നു, ക്യാമറ ഈസ് കെപ്റ്റ് ഓവർ ദെയർ. ദർ ഇസ് എ പർപ്പസ് ഓഫ് ദിസ് ക്യാമറ ബീങ് ദെയർ, അല്ലേ? അപ്പോൾ ആ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് വൺ പേഴ്സൺ ഇസ് ഗോയിങ് ഓവർ ദെയർ സ്വിച്ചിങ് ഓഫ് ദ ലൈറ്റ്, ദാറ്റ് ഈസ് അൺവാണ്ടഡ് സ്പേസ്, അല്ലേ? നമുക്ക് ആവശ്യമില്ല, യു ക്യാൻ റിമൂവ് ഇറ്റ്. പക്ഷെ അത് റെക്കോർഡ് ചെയ്യുന്നില്ലേ? അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരു സാധനം നടക്കുന്നതിനകത്ത് നമുക്കൊരു ഡിവൈസ് ആവശ്യം വരിക. ഇഫ് ഇറ്റ്സ് എ സ്ക്രീൻ എന്ന് പറയുന്ന സാധനത്തിനകത്ത് പല ഡിവൈസുകളാണ്. സോ ആ ഡിവൈസ് എന്തിനു ഓൺ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവണം. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് പ്രോസസ്സ്. നമ്മൾ എളുപ്പമല്ല അങ്ങനെ കാണുമ്പോൾ. ഇപ്പോൾ നമ്മളിപ്പോൾ 2 പേരോട് സംസാരിക്കുന്നു, ചുമ്മാ എപ്പോഴും ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. There is a need for that. സോ അതിനകത്തും നമുക്ക് സ്പേസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് എത്രത്തോളം കാണണം, എന്തിന് കാണണം, അതിനൊക്കെയുള്ള ഒരാവശ്യമുള്ള ഒരു മേഖലയാണ്. ഇതിന് മുമ്പ് എന്ത് നടന്നിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് ഷോർട്ട്. മനസ്സിലാവും? ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുകയാണ്. ഈ സംസാരിക്കുന്ന സാധനം ഒരു ഇൻ്റർവ്യൂ സെഷനായിട്ട് നടക്കുമ്പോൾ ഈ സംസാരം മാത്രമേ ഉണ്ടാവും. ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ ഒരു ആർഗ്യുമെൻറ്റ് നടന്നിട്ടുണ്ടോ, വേറെ എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടായിട്ടുണ്ടോ, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടോ, ഇതൊന്നും ആർക്കും അറിയില്ല. ബട്ട് ദാറ്റ് ഹാസ് ടു കം ത്രൂ ദിസ് തിങ്. സോ നമ്മൾ ഡീറ്റെയിലിംഗ് ഉള്ള സാധനങ്ങൾക്ക് ആ ഡീറ്റെയിലിംഗ്, ടൈം പ്രോഗ്രഷൻ എല്ലാം നമ്മൾ ടൈമും സ്പേസും ഒക്കെ വേറെ രീതിയിൽ നമ്മളതിനെ മോൾഡ് ചെയ്യണം. സോ ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ടോപ്പിക് വിച്ച് വിൽ ഡിസ്കസ് ലേറ്റർ. ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചുമ്മാ ഇതുവരെയുള്ള കുറച്ച് ഇമോഷണൽ മൊമെൻറ്റ്സ്, ഇമോഷണൽ സീൻസിനെ ഒന്ന് ലൈനപ്പ് ചെയ്തിരിക്കുക. സോ അതിനകത്ത് പല വേരിയേഷൻസാണ്.
സോ ഇപ്പോൾ അറിയിപ്പ് നിങ്ങൾ കണ്ടു, നിങ്ങൾ മാലിക്കിലെ പല സാധനങ്ങൾ കണ്ടു, സീസണിലെ സാധനങ്ങൾ കണ്ടു. ഇതിനകത്തെല്ലാം എന്ത് തരം ഫോം? സോ യു ലീവ് ദ ഫോം അല്ല നിങ്ങളുടെ ക്രാഫ്റ്റ് ഡിസൈഡ് ചെയ്യേണ്ടത്. ക്രാഫ്റ്റ് ഈസ് ഓൺ കണ്ടൻറ്റ് ആൻഡ് ഹൗ യു ആർ പ്ലേസിങ് ദാറ്റ് കണ്ടൻറ്റ്. അവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് ഇങ്ങനത്തെ ഒരു ഭീകരതയിലാണ് ഇത് പോകുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഇതിൻ്റെ ഫോം ഭയങ്കരമാണ്. ഇതിൻ്റെ ഫോം ഞാൻ എപ്പോഴും പലരോടും പറയാറുണ്ട്, എന്തെങ്കിലും ഒരു സാധനം മുഴച്ച് നിൽക്കുകയാണെങ്കിൽ അതൊരു പ്രോബ്ലമാണ്, ഭയങ്കര പ്രോബ്ലമാണ്. ഒരു ക്രാഫ്റ്റ് മുഴച്ച് നിൽക്കുകയാണ്, ഇപ്പോൾ സൗണ്ട് മുഴച്ച് നിൽക്കുന്നു, ലൈറ്റിംഗ് മുഴച്ച് നിൽക്കുന്നു, എഡിറ്റിംഗ് മുഴച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ മുഴച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് എൻ ഇഷ്യൂ ഫോർ ദാറ്റ്. ആ കണ്ടൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മൾ കൊടുക്കുന്ന ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അതെന്തോ പിന്നിലോട്ട് വലിക്കുക. നമ്മൾ ഈ ഫോമൊക്കെ മറന്നു പോകണം. ഫോമൊക്കെ മറന്നു പോയിട്ട് നമുക്ക് അതിൽ നിന്നൊരു കഥ കാണാൻ വരണം. മനസ്സിലാവുണ്ടോ? അതാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി നോക്കേണ്ടത്. എന്ത് ഫോമിൽ എടുത്തോട്ടെ, മൊബൈലിൽ ഷൂട്ട് ചെയ്തോട്ടെ, എന്തിനു വേണേൽ ഷൂട്ട് ചെയ്തോട്ടെ, ഡസൻറ്റ് മാറ്റർ whether you are communicating it properly. That is what. So now we can open, I think it's 12:10. എന്തെങ്കിലും questions, anything questions ഒക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെ പോകാൻ പാടില്ല. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. ബിക്കോസ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യു ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് ഫേവറിറ്റിസം ടുവേർഡ്സ് വാട്ട് എവർ യു ആർ ഡൂയിങ്. നമ്മളതിനകത്ത് ഡിസൈഡ് ചെയ്യേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നറേറ്റീവ്, ആദ്യത്തെ നറേഷൻ ഡയറക്ടറുടെ അടുത്തോ റൈറ്ററുടെ അടുത്തോ നറേഷൻ കേൾക്കുമ്പോൾ തൊട്ട് യു ഫൈൻഡ് എ ക്ലാരിറ്റി ഇൻ യു വിച്ച് കീപ്സ് ഓൺ ചേഞ്ചിങ്. അത് മാറിക്കൊണ്ടിരിക്കാം. പക്ഷേ കൺവിക്ഷൻ ഫാക്ടർ ഉണ്ടല്ലോ, ആ കൺവിക്ഷൻ ഫാക്ടർ അതിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യണം. ഈ കഥ ഇങ്ങനെയാണ് പറയേണ്ടത്, ഈ കഥ ഇങ്ങനെ പറഞ്ഞാലേ നിൽക്കുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനം എടുക്കേണ്ട, ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിലായിരിക്കുന്നു. ദാറ്റ് ഹാസ് നോട്ട് ടു ബി ഡിക്റ്റേറ്റ് ചെയ്യേണ്ട. അപ്പോൾ അത് ചില സമയത്ത് എങ്ങനെ വരുന്നത് വെച്ചാൽ, ചില സമയത്ത് ചില ഡയറക്ടേഴ്സ് വിൽ പ്രിഫർ കമ്മിങ് ആൻഡ് സെറ്റിംഗ് വിത്ത്. വളരെ റെയറാണ് ഇപ്പോഴത്തെ കാലത്ത് ഫസ്റ്റ് കട്ട് ഉണ്ടാക്കാനായിട്ട് കൂടിയിരിക്കുക എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോഴൊക്കെ റഷ് കൊണ്ട് തള്ളിയിട്ട് അങ്ങ് പോവുക, ഇതെങ്ങനെയും ഒന്ന് ഓർഡർ ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുക, പലരും കാണുന്ന പോലുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടുകയല്ലേ. യു ആർ ഏബിൾ ടു ഡു യു ഷുഡ് എൻജോയ് ദാറ്റ് പ്രോസസ്സ്. എല്ലാം കണ്ട് അത് എൻജോയ് ചെയ്യാൻ നോക്കണം. എന്ന് വെച്ചിട്ട് അതിൻ്റെ ഓണർഷിപ്പ് അല്ല. ഞാൻ പറയും, ഇത് ഞാൻ ഡിസൈഡ് ചെയ്താണോ. ഇപ്പോൾ ഒത്തിരി സിനിമകളുണ്ട്. ചില ആൾക്കാർ പറയും, ഇപ്പോൾ ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ ആൾക്കാർ പറയുന്നുണ്ട് എഡിറ്റ് ചെയ്തുണ്ടാക്കിയൊന്നുമില്ല, അത് എഴുതി ഉണ്ടാക്കിയ പടമാണ്. അത് എഴുതിയത് അങ്ങനെ എഴുതിയ പടമാണ്. അപ്പം ഈ ഒരു പ്രോസസ്സിനകത്ത് നിങ്ങൾക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടത്. പക്ഷേ കൺവിക്ഷൻ ലെവലുണ്ടല്ലോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് പല രീതിയിലുണ്ട്. ക്യാരക്ടർ ആർക്കിൽ നഷ്ടപ്പെടുന്നുണ്ടോ, continuity means it is not about the technical continuities. That is what I was trying to tell. Okay, ഈ ഗ്രാഫ് ഇങ്ങനെ അല്ല പോകുന്നത്, വി ആർ ലൂസിങ് ഹിം. അപ്പോൾ ഇത് വേണ്ട, ഇത് ആവശ്യമില്ല, ഇത് പടത്തിനെ പിന്നോട്ട് വലിക്കും. ആ ഡിസിഷൻ എടുക്കട്ടെ. ആ ഡിസിഷൻ എടുക്കാനായിട്ട് ചില സമയത്ത് നമ്മൾ ആലോചിക്കണം. സ്പോണ്ടേനിയസ് ഡിസിഷൻ എടുക്കണം എന്നല്ല പറഞ്ഞേ, ഇങ്ങനെയാണ് പോകുന്നത്, അങ്ങനെയല്ല. യു ഹാവ് ടു, ഇറ്റ്സ് എൻ ഓപ്പൺ പക്ഷെ നിങ്ങളുടെ വോയിസിന് വാല്യൂ ഉണ്ടാവണം. You have to be heard. See, killing your അത് നമ്മളുടെ ഡാർലിങ്സ് ആയിട്ട് നമ്മളതിനെ കാണേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ ചെയ്യുന്നൊരു പ്രോസസ്സ് ആക്ച്വലി ഞാൻ ആൾക്കാരോട് ഇൻസിസ്റ്റ് ചെയ്യാറേ ഇല്ല. ഐ റൈറ്റ് ഫോർ മൈ എഡിറ്റ്, ഐ ഷൂട്ട് ഫോർ മൈ എഡിറ്റ്, ഐ മേക്ക് ആക്ടേഴ്സ് പെർഫോം ഫോർ മൈ എഡിറ്റ്. ദാറ്റ് ഈസ് എ റോങ് പ്രോസസ് വിച്ച് മൈ ആക്ടേഴ്സ് ഹേറ്റ് ഓൾവേസ്. എല്ലാവരും. ബിക്കോസ് കുറച്ച് കാലം എടുക്കും എൻ്റെ കൂടെ പെർഫോം ചെയ്ത ആക്ടേഴ്സിന്. ഞാൻ എന്തിനാ പലപ്പോഴും പല ആക്ടേഴ്സിനെ റിപ്പീറ്റ് ചെയ്യുന്നത്? ബിക്കോസ് ഒരാൾക്കാർ സെറ്റ് ഓഫ് ആക്ടേഴ്സ് എൻ്റെ കൂടെ ട്യൂൺഡ് ആയി കഴിഞ്ഞാൽ ദേ നോ മൈ പ്രോസസ്. ഇയാളിങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇത് വന്നു കഴിയുമ്പോഴേക്കും ദേ ആർ യൂസ് ടു ദാറ്റ്. ഓക്കെ, അതിന് അവർക്ക് കിട്ടി, ആ ഒരു ട്രാക്കിലോട്ട് കിട്ടി. പക്ഷേ അതിനകത്ത് ഞാൻ ഇത്രയും കാലത്ത് എനിക്ക് ആകെ ഓർഡറിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സിനിമ അറിയിപ്പ് മാത്രമാണ്, ക്രോണോളജിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. ദാറ്റ് ഈസ് എ ബിഗ് ലക്ക്. ഓർഡറിൽ ഒരു പടം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഒരു ഡയറക്ടർ കിട്ടുന്ന ഏറ്റവും വലിയ
ഭാഗ്യമായിട്ട് ഞാൻ കാണും. ആക്ടേഴ്സ് എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നത് അതല്ലേ, ഓർഡറിൽ വേണം എന്നുള്ളതാണ് അവർക്ക് ഡിമാൻഡ് ചെയ്യേണ്ടത്. കാരണം ബിക്കോസ് അവർക്കത് ആ പ്രോസസ്സ് കീപ്പ് ചെയ്യാനായിട്ട് പലപ്പോഴും പറ്റാറില്ല. അപ്പം ഞാനൊരിക്കലും ആൾക്കാരോട് ഇൻസിസ്റ്റ് ചെയ്യാറില്ല ഇങ്ങനെ ചെയ്യണം, ഇങ്ങനത്തെ പ്രോസസ്സിൽ വേണം. പക്ഷേ നമുക്കെപ്പോഴും ആളുകൾക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് കൊടുത്ത് ആ പെർഫോമൻസ് നമുക്ക് ക്യാപ്ചർ നിങ്ങൾക്കും ഓപ്ഷൻസ് ഉണ്ടാവണം. പക്ഷേ ക്ലാരിറ്റി ഇല്ലാതെ പോകുന്നിടത്ത് കാര്യമില്ല. See what will happen if you cover the entire scene from 360 degree? What is it? അതിന് ഞാനിപ്പോൾ ഒരു മൾട്ടി ക്യാമറ 4-5 ക്യാമറ വെച്ചിട്ട് സ്വിച്ച് ചെയ്താൽ പോലും. ദാറ്റ് ഈസ് ഹൗ സീരിയൽസ് ആർ ബീങ് മെയ്ഡ് നൗ. അവർക്ക് കുറച്ചുകൂടെ എത്തിക്സ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കിട്ടുന്നു, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇറ്റ് ഇസ് ലൈക്ക് സ്റ്റേജ് കവറിങ്. ഒരു സ്റ്റേജ് ഡ്രാമ പ്ലേ നടക്കുന്നു, യു കവർ ദ ഡ്രാമ, കവർ ഇറ്റ്, സ്വിച്ച് ഇറ്റ്, ഓൺലൈൻ സ്വിച്ച് ചെയ്തു. അല്ലെങ്കിൽ പിന്നീട് നമ്മളിരുന്ന് മൊത്തം ഇതിനെ കണ്ട് മാറ്റി മനസ്സിലാക്കിക്കും. ലാംഗ്വേജ് ഉണ്ടാവും, ദർ വോണ്ട് ബി ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജ് എപ്പോഴും, അതാണ് ഞാൻ പറഞ്ഞത്, ഈ ലാംഗ്വേജ്, ഒരു പടത്തിൻ്റെ ലാംഗ്വേജ് ഒരു ഡയറക്ടറും ക്യാമറമാനും പിക്ക് ചെയ്യുന്ന പോലെ തന്നെ എഡിറ്ററും അതേ കോമ്പിനേഷനിൽ പിക്ക് ചെയ്യണം ആ ലാംഗ്വേജ്. See, that is different. That is upon varying thoughts ആണ്. ഇപ്പോൾ ചില സമയത്ത് ഞാൻ ചെയ്യുന്ന സമയത്ത് ഐ സീക്ക് ഹെൽപ്പ് ഓഫ് മൈ അസിസ്റ്റൻസ്, മൈ ടീംമേറ്റ്സ് എല്ലാം ഞങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോൾ ചില സമയത്ത് ചില സീക്വൻസുകൾക്ക് ഒരു എഡിറ്റ് പോയിൻ്റേ ഉണ്ടാവുള്ളൂ. ചില ഷോട്ട് ചില ആ ഒരു എഡിറ്റേ ഉള്ളൂ. ആ എഡിറ്റിന് വേണ്ടി ഷൂട്ട് ചെയ്തേക്കുന്നത്. അത് വേറെ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. അത് അവിടെ ഉള്ളൂ, അതറിയാം. ആ മുൻകൂട്ടി ആ ധാരണയിൽ ഷൂട്ട് ചെയ്യുക. സോ അതാ ഞാൻ പറഞ്ഞത്, sometimes that saves time during production. Sometimes that is a hindrance to performers also, where they are not getting much options. ഇല്ല അതായത് ക്രിയേറ്റിവിറ്റി ഈസ് ഡിഫറെൻറ്റ്. ബിക്കോസ് വെൻ യു റിഹേഴ്സ് തിങ്സ്, ഇപ്പോൾ അറിയിപ്പ് പോലത്തെ ഒരു പടം, ഇറ്റ് വാസ് റിഹേഴ്സ്ഡ്. ഇപ്പോൾ ഒരു സീൻ നമ്മളൊരു 8 ദിവസം മുമ്പ് റിഹേഴ്സ് ചെയ്തിരിക്കുക. ആക്ടേഴ്സ് എല്ലാം വന്ന് സ്ക്രിപ്റ്റ് വായിച്ച് റിഹേഴ്സ് ചെയ്യുക. ഇപ്പോൾ മാലിക് ഓൾസോ വി ഹാഡ് ലൈക്ക് 5 days of rehearsals. So people are thorough. ബിക്കോസ് ദാറ്റ് വാസ് ഓൾസോ ഷോട്ട് ഇൻ റിവേഴ്സ്. ആദ്യം പ്രായമുള്ള സെറ്റ് എടുത്തിട്ട് തിരിച്ചു വരിക. കാരണം സെറ്റിൻ്റെ ലോജിസ്റ്റിക്സ് നോക്കുമ്പോൾ സെറ്റുകാർക്ക് ബുദ്ധിമുട്ടാണ്. സെറ്റ് മൊത്തം ഉണ്ടാക്കി പൊളിക്കുന്നതാണ് അവർക്ക് ലാഭം, കോസ്റ്റ് വൈസ്. ബട്ട് ആക്ടേഴ്സിന് അതല്ലല്ലോ. ആക്ടേഴ്സിന് അവർക്ക് ചെറുപ്പം പോലെ ചെയ്തു തരണമെന്നാണ് അവരുടെ ആഗ്രഹം. അത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. സോ വി റിഹേഴ്സ്. സോ അതുകൊണ്ട് തിയേറ്റർ പോലെ തന്നെയാണ് അത്. സോ ആ റിഹേഴ്സ് ചെയ്യാനുള്ള ചില സിനിമകൾക്ക് ഇത് പറ്റില്ല, അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദെൻ യു വിൽ ഹാവ് ടു ഗോ വിത്ത് ദ ഡയറക്ടേഴ്സ് കൺവിക്ഷൻ. That's it. So this is a trivial question. Like, when do you actually read the script? Involve or is it like, do you just find your footages and you watch it and then blank slate? As an editor or as an editor, if there is a script available, I read beginning itself. And you involve also with Yes, involve ചെയ്യാൻ എത്രത്തോളം ഇൻക്ലൂസീവ് ആണെന്ന് നമ്മൾ ആദ്യം നോക്കും, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. സോ യു കാൻ ഇൻട്രൂഡ്. അതങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇൻക്ലൂസീവ് ആക്കുന്നുണ്ടോ നമ്മൾ നോക്കും. പതുക്കെ നമ്മൾ ഇൻക്ലൂസ് ചെയ്യുന്നുണ്ടോ, ഇൻക്ലൂസീവ് ആ പോയിന്റിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള വോയിസുകൾ പറയാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കും. ചിലർക്ക് ഇപ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നും ഇവർ കുറേ കാലം ഇരുന്നതാണ്, ലെറ്റ് ദം ഷൂട്ട് ആൻഡ് കം, ലെറ്റ് us decide later. And once you have read, you don't reread it, no? Then you see the footage and stuff. It is not about reading. Rereading ഞാനതാ പറഞ്ഞത്, റീഡിങ് ആൻഡ് ഗെറ്റിംഗ് എ നറേഷൻ ഇസ് ഡിഫറെൻറ്റ്. So narration നമ്മൾ എടുക്കുന്ന സമയത്ത് we'll get more clarity. If the director and writer are different people, then whatever it is written by the writer is not translated by the director. It is the writer who is translating as a script. അല്ലേ? If it's the same person, it is okay. ഒരേ ആളുടെ തന്നെയാണ്, നമുക്കിത് വായിക്കാം. പക്ഷേ മറ്റേ സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഡയറക്ടറുടെ അടുത്ത് നമ്മൾ ചോദിക്കും നിങ്ങളൊരു നറേഷൻ തരാമോ. സോ ഐ ഹാവ് എ ക്ലാരിറ്റി, ഇയാൾ എങ്ങനെ ഇത് കാണുന്നത്.